നിങ്ങൾ ലാപ്പുകളൊക്കെ മേടിക്കാതിരിക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ടൈമാണ് വന്നേക്കുന്നത്. കാരണം ബിഗ് ബില്യൺ സൈസിൽ അടിപൊളി ലാപ്പുകൾക്ക് കുറേ ഡീൽസുകൾ വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാ ഡീൽസുകളെ കുറിച്ച് നോക്കാം. നമുക്ക് അതിലോട്ട് കിടക്കാം. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. മൈ നെയിം ഈസ് ശര ടെക്കറ്റിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ബെസ്റ്റ് ഡീൽസ് ആണ്. കാരണം ഞാൻ ഒത്തിരി ലാപ്പുകൾ അതിനകത്ത് ഞാൻ സ്പെക്സ് വൈസ് ചെയ്തും നല്ല രീതിയിൽ സ്പെക്സ് വൈസ് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ ഈ ലാപ്പുകൾ സജസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം മിനിമം നമ്മൾ നോക്കേണ്ടത് 16 GB റാമുള്ള ലാപ്പുകളിൽ 2024 നിങ്ങൾ ലാപ്പുകൾ എടുക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം വിൻഡോസ് 11 ആണ് വരുന്നത്. അതിപ്പോൾ നമുക്ക് മിനിമം 16 GB റാം എടുക്കുക. കാരണം മൈക്രോസോഫ്റ്റിൻ്റെ കോപൈലറ്റ് പോലത്തെ AI ഫീച്ചേഴ്സുകൾ ഇനി വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മിനിമം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 GB റാമുള്ള ലാപ്പുകൾ മാത്രം നോക്കിയാൽ മതി. i3 നോക്കണ്ട, i5 നോക്കിയാൽ ഇങ്ങോട്ട് i5 12th 13 ജനറേഷൻ നോക്കിയാൽ മതി. അത്യാവശ്യം നല്ല രീതിയിൽ വില കുറഞ്ഞ ഒത്തിരി ലാപ്പുകൾ വന്നിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് അത് കിട്ടിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ 12th പോയാൽ മതി. 13 ജനിൽ നല്ലപോലെ ലാപ്പുകൾ വന്നിട്ടുണ്ട്. നമുക്ക് അതിൽ ഞാൻ ഇന്റലിന്റെയും പറയുന്നുണ്ട്, AMDയുടെയും പറയുന്നുണ്ട്. നിങ്ങൾ ബെസ്റ്റ് ലാപ്പുകൾ ഞാൻ പറയും, ഞാനിവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് വീഡിയോയിലൂടെ കിടക്കാം. നമുക്ക് ഫസ്റ്റ് ലാപ്പ് എന്ന് പറഞ്ഞാൽ 50,000 താഴെയുള്ള ലാപ്പാണ്. ഇത് 48,999 ആണ് വരുന്നത്. HPയുടെ വിക്ടസ് ആണ് ഞാൻ പറയുന്നത്. അത്യാവശ്യം നല്ലൊരു ലാപ്പാണിത്. ഐക്കോറിന്റെ 12th ജനറേഷൻ പ്രോസസ്സറാണ് വരുന്നത്. കാരണം 12th 4050 ആണ്, H സീരീസ് ആണ് വരുന്നത്. NVIDIA ഗ്രാഫിക്സ് കാർഡ് RTX 2050 ആണ് വരുന്നത്. 4GB DDR6 വിർച്വൽ റാം വരുന്നുണ്ട്. പിന്നെ 16GB DDR 4X റാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് 15.6 ഇഞ്ചിന്റെ സെയിം ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. വിത്ത് ആന്റി ഗ്ലെയർ കോട്ടിംഗ് ഇവിടെ വരുന്നുണ്ട്. കൊടുക്കുക ഇത്. പിന്നെ ബാറ്ററി വരുന്നതെന്ന് വെച്ചാൽ ഒരു 52.5 വോൾട്ടിന്റെ ഒരു ബാറ്ററിയാണ് വരുന്നത്. ഇന്റൽ കോർ i5 12th ജനറേഷൻ ആണ്. 12450H ആണ് വരുന്നത് പ്രൊസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ NVIDIAയുടെ ഗ്രാഫിക്സ് കാർഡ് RTXന്റെ 2050 ആണ് വരുന്നത്. 4GB DDR6 വിർച്വൽ റാം ആണ് വരുന്നത്. പിന്നെ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 512GB SSD ആണ് വരുന്നത്. 6 ഇഞ്ചിന്റെ ഒരു ഫുൾ HD പാനലാണ് വിത്ത് ആന്റി ഗ്ലെയർ കോട്ടിംഗ് കൂടെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. 2.5 വാൾട്ടിന്റെ ബാറ്ററിയാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഓൾ റൗണ്ടർ എന്ന് എനിക്ക് പറയാൻ സാധിക്കും. നല്ലൊരു ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് ചോയ്സ് ആയിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്ന ഒരു ലാപ്പാണ് HPയുടെ ഈ ഒരു പ്രൈസ് റേഞ്ചിന് HPയുടെ വിക്ടസ് എന്ന് പറഞ്ഞ ലാപ്പ്. ഫുൾ സൈസ് ബാക്ക് ലൈറ്റ് കീബോർഡും പിന്നെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു കീബോർഡും കാര്യങ്ങളും ട്രാക്ക് പാഡും എല്ലാം കൊണ്ടും വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഈ രണ്ട് ലാപ്പുകളും ഗെയിമിംഗ് ഫോക്കസ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ലാപ്പുകളായിരുന്നു. ഈ ഞാൻ പറഞ്ഞ 50-ന് താഴെയുള്ള ലാപ്പുകൾ പറഞ്ഞു. ഇനി പറയാൻ പോകുന്ന ഓൾ റൗണ്ടർ ലാപ്പുകൾ എന്ന് വെച്ചാൽ സ്കൂളിൽ പോകുന്നവർക്ക്, നമുക്ക് സ്റ്റഡി ചെയ്യുന്നവർക്ക്, ഗെയിമിംഗ് ചെയ്യുന്നവർക്ക്, ഓഫീസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയുള്ള ഒരു ബെസ്റ്റ് ഓൾ റൗണ്ടർ ലാപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് ഓൾ റൗണ്ടർ ലാപ്പിലോട്ട് നോക്കാം. ഞാൻ പറയുന്നൊരു കാര്യം, അസൂസിന്റെ വിവോ ബുക്കിന്റെ 16X എന്ന് പറഞ്ഞ ലാപ്പാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഓൾ റൗണ്ടർ ലാപ്പാണ്. കാരണം വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേ എന്നുകൊണ്ട് എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് ലാപ്പ്. നമുക്ക് ഇതിന്റെ സ്പെക്സിലോട്ട് കിടക്കാം. CPU വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ i5ന്റെ 12th ജനറേഷൻ പ്രോസസ്സറാണ് വരുന്നത്. നല്ലൊരു പ്രോസസ്സറാണ് വരുന്നത്. 16GB റാം വരുന്നുണ്ട്. RTXന്റെ 3050 ഗ്രാഫിക്സ് കാർഡ് വരുന്നുണ്ട്. 4GB വിർച്വൽ റാം വരുന്നുണ്ട്. 512GB SSD വരുന്നുണ്ട്. പിന്നെ 16 ഇഞ്ചിന്റെ ഫുൾ HD IPSന്റെ നമുക്കൊരു 144 ഹെർട്സിന്റെ റിഫ്രഷിംഗ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ 50 വാൾട്ടിന്റെ ബാറ്ററിയാണ് വരുന്നത്. എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് ചോയ്സ് നമുക്ക് പറയാം. ഓൾ റൗണ്ടർ മീഡിയ കൺസപ്ഷൻ ആവട്ടെ എല്ലാം കൊണ്ടും നമുക്ക് ഇതിൽ 100% sRGB കളർ വരുന്നുണ്ട്. വളരെ വെയിറ്റ് കുറഞ്ഞ ലാപ്പാണ്. നമുക്ക് ഗെയിമേഴ്സിന് യൂസ് ചെയ്യാം, സ്റ്റുഡൻസ് എല്ലാവർക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ലാപ്പ് ഞാൻ ഈ ഒരു പ്രൈസ് റേഞ്ച് ഓൾ റൗണ്ടർ ലാപ്പിൽ അതിന്റെ വിവോ ബുക്ക് 16X എന്ന് പറഞ്ഞ ലാപ്പ് ഞാൻ പറയുന്ന 55,000 പ്രൈസ് റേഞ്ചിലുള്ള ലാപ്പാണ് പറയാൻ പോകുന്നത്. 55,000 അണ്ടറിൽ വരുന്ന ഒരു ലാപ്പാണ് അടുത്ത പറയാൻ പോകുന്നത്. ഏസറിന്റെ ആസ്പയർ 7 എന്ന് പറഞ്ഞ ലാപ്പാണ്. അത്യാവശ്യം നല്ലൊരു ലാപ്പ് എന്ന് പറയാം. ഓൾ റൗണ്ടർ എന്ന് പറയാം. നമുക്ക് ഇന്റലിന്റെ i5ന്റെ 13 ജെൻ പ്രോസസ്സറാണ്. 420H തന്നെയാണ് ഇതിലും വരുന്നത്. പിന്നെ NVIDIA ഗ്രാഫിക്സ് കാർഡ് 3050 ആണ് വരുന്നത്. നമുക്ക് 6GB എക്സ്റ്റേണൽ റാം വരുന്നുണ്ട്, വിർച്വൽ റാം വരുന്നുണ്ട് നമുക്ക്. പിന്നെ 16GB റാം ആണ് വരുന്നത്. പിന്നെ 512GB SSD ആണ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ 54 വാൾട്ടിന്റെ ബാറ്ററിയാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ 15.6 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് ഇവിടെയും വരുന്നത്. വിത്ത് 144 ഹെർട്സിന്റെ ഒരു ഡിസ്പ്ലേ. അത്യാവശ്യം sRGB DCI-P3 കളർ ഗ്രേഡിംഗ് ഒക്കെ ഉള്ള ഒരു 90% മണ്ടയ്ക്ക് 100% ഉള്ള ഒരു ഡിസ്പ്ലേ കൂടെ ആണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ. എല്ലാം കൊണ്ടും നമുക്ക് i5ന്റെ ഈ ഒരു 13 ജെൻ പ്രോസസ്സർ എല്ലാം കൊണ്ടും ഓൾ റൗണ്ടർ എന്ന് പറയാൻ സാധിക്കും. നല്ലൊരു ബാക്ക് ലൈറ്റ് കീബോർഡ് വരുന്നുണ്ട്. കളർഫുൾ കീബോർഡ് അല്ല വരുന്നത്, നമുക്കൊരു ബാക്ക് ലൈറ്റ് കീബോർഡാണ് വരുന്നത്. അത്യാവശ്യം ഏസറിന്റെ ആസ്പയർ 7 എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിന് നമുക്ക് പറയാൻ പറ്റിയ ഒരു അടിപൊളി ഡിവൈസ് ആയിട്ട് എനിക്ക് പറയാം ഈ ഒരു സ്പെക്സ് വെച്ച് നോക്കുമ്പോൾ.
പ്രൈസ് ഞാൻ പറയാൻ പോകുന്ന 57,000-നകത്ത് നിൽക്കുന്ന ഒരു ലാപ്പാണ്. 56,990 രൂപയാണ് വരുന്നത്. നമ്മുടെ അസൂസിന്റെ ടഫ് സീരീസ് ആണ് ഞാൻ പറയുന്നത്. അസൂസിന്റെ ടഫ് ഗെയിമിംഗ് A15 ആണ് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു ലാപ്പാണ്. ടഫ് സീരീസ് എന്ന് പറഞ്ഞൊരു അസൂസിന്റെ ഒരു ബഡ്ജറ്റ് ഗെയിമിംഗ് ലാപ്പും കൂടാണ്. കാരണം നമ്മൾ സെഫ്രസ് എന്ന് പറയുമ്പോൾ ഒരു പ്രീമിയം സീരീസ് വരും. നമ്മൾ റോഗ് അതിന്റെ പ്രീമിയമാണ് സെഫ്രസ് വരുന്നത്. റോഗിലല്ല വരുന്നത്, അസൂസിന്റെ ടഫ് സീരീസ് ആണ് വരുന്നത്. അസൂസിന്റെ ടഫിൽ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ലാപ്പും കൂടാണ് പറയുന്നത്. ഇത് i5 തന്നെയാണ് വരുന്നത്. എന്ന് വെച്ചാൽ റൈസന്റെ 7 സീരീസ് CPU ആണ് വരുന്നത്. ഒക്ടാകോർ പ്രോസസർ ആണ് വരുന്നത്. പിന്നെ GeForceന്റെ ഗ്രാഫിക്സ് കാർഡ് വരുന്ന RTXന്റെ 3050 ആണ് വരുന്നത്. പിന്നെ 16 GB റാം ഉണ്ട്. നമുക്കൊരു 512 GB SSD വരുന്നുണ്ട്. ഒരു 90 വാൾട്ടിന്റെ ഒരു ബാറ്ററിയാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ബാറ്ററിയും പിന്നെ 144 ഹെർട്സിന്റെ റിഫ്രഷിംഗ് റേറ്റിന്റെ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 15.6 ഇഞ്ചിന്റെ ഡിസ്പ്ലേ തന്നെയാണ് ഇവിടെയും വരുന്നത്. അത്യാവശ്യം ഗെയിമിങ്ങിനൊക്കെ വലിയ ഡിസ്പ്ലേ ആണ്. ഓൾ റൗണ്ടർ എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ബാക്ക് ലൈറ്റ് കീബോർഡ് ഉണ്ട്. നമുക്ക് പല കളർ ഇവിടെ വരുന്നുണ്ട്. സിംഗിൾ കളേഴ്സിൽ ഇവിടെയും വരുന്നുള്ളൂ. അത്യാവശ്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ലാപ്പ് എന്ന് നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ പറയാൻ സാധിക്കും. കാരണം ഈ ഒരു എല്ലാം കൊണ്ടും RTX ഇച്ചൂടെ നല്ലതാണ്. ഞാൻ ഇത്രയും പറഞ്ഞതിനേക്കാളും കുറച്ചൊരു ബെറ്റർ നല്ല RTX ആണ്. കഴിഞ്ഞൊരു RTX നല്ലതാണ്. 3050 അത്യാവശ്യം കുഴപ്പമില്ല. ഈ ഒരു റേഞ്ചിൽ വരുവാണെങ്കിൽ ഇതിന്റെ വില വരുന്നത് വെച്ചാൽ 56,990 രൂപയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് വൺ ഓഫ് ദി ബെസ്റ്റ് ലാപ്പ് എന്ന് പറയും. ഈ സെയിലിൽ ഇത് ബാങ്ക് ഡിസ്കൗണ്ടും എല്ലാം കൂടെ കഴിഞ്ഞാണ് ഞാൻ പറയുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് നമുക്കൊരു ഗെയിമിംഗ് ഓറിയന്റഡ് ലാപ്പാണ്. നല്ല അടിപൊളി ഒരു ഗെയിമിംഗ് ഓറിയന്റഡ് ലാപ്പ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 to 65 റേഞ്ചിന് അതിനകത്ത് നിൽക്കുന്ന റേഞ്ചിൽ ഒരു വൺ ഓഫ് ദി ഒരു 3 ലാപ്പാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് 3 ലാപ്പാണ് ഞാൻ പറയുന്നത്. ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല ഞാൻ എല്ലാം ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ഓഫേഴ്സ് കിട്ടുന്ന ഒരു 3 ലാപ്പാണ് ഞാൻ പറയുന്നത്. ലെനോവയുടെ LOQ എന്ന് പറഞ്ഞ ലാപ്പാണ്. അത്യാവശ്യം നല്ലൊരു ലാപ്പാണ്. ഇന്റലിന്റെ i5ന്റെ 13 ജനറേഷൻ പ്രോസസ്സറാണ് വരുന്നത്. 340 ആണ് വരുന്നത്. HX പ്രോസസ്സറാണ്. എന്ന് വെച്ചാൽ നമ്മുടെ H സീരീസിൽ ഏറ്റവും പവർഫുൾ കൂടിയ ഒരു പ്രോസസ്സറും കൂടാണ്. X സീരീസ് പ്രോസസ്സേഴ്സ് HX എന്ന് പറഞ്ഞ പ്രോസസ്സേഴ്സ് 450 ആണ് വരുന്നത്. 3450 ആണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ NVIDIA ഗ്രാഫിക്സ് കാർഡിന്റെ 3050 ആണ് വരുന്നത്. പിന്നെ 6 GB റാം വിർച്വൽ റാം വരുന്നുണ്ട്. DDRന്റെ 5X റാം ആണ്. 16 GB റാം വരുന്നത്. പിന്നെ 512 GB SSD ആണ്. MME SSD ആണ് വരുന്നത്. പിന്നെ 15.6 ഇഞ്ചിന്റെ ഫുൾ HD പാനലാണ് വരുന്നത്. 100% sRGB ആണ് വരുന്നത്. വെച്ചാൽ 100% sRGB കളർ ആക്യുറസി ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് കളർ ആക്യുറസി ഉള്ള ലാപ്പും കൂടാണ് ഈ പറഞ്ഞ ലെനോവയുടെ. പ്രൈസ് റേഞ്ചിൽ പറയുന്ന ഒരു ലാപ്പാണ് HP-യുടെ Victus 15 എന്ന് പറഞ്ഞ ലാപ്പ്. അത്യാവശ്യം നല്ല HP-യുടെ Victus സീരീസ് ഒക്കെ അത്യാവശ്യം നല്ല ഗെയിമിംഗ് സീരീസും കൂടാണ്. Victus 15 സീരീസ് എന്ന് പറഞ്ഞ ലാപ്പ് 15 ആണ് പറയുന്നത്. ഇന്റൽ കോറിന്റെ i5ന്റെ 13 ജനറേഷൻ പ്രോസസ്സറാണ് പറയുന്നത്. 4020 ആണ് വരുന്നത്. H സീരീസ് ആണ് വരുന്നത്. GPU എന്ന് വെച്ച് കഴിഞ്ഞാൽ RTXന്റെ 3050 ആണ് വരുന്നത്. NVIDIA GeForceന്റെ അത് 6 GB വിർച്വൽ റാം വരുന്നുണ്ട്. നമുക്ക് 16 GB റാം ആണ് വരുന്നത്. DDRന്റെ 4X റാം വരുന്നുണ്ട്. ഒരു 15.6 ഇഞ്ചിന്റെ ഒരു 144 ഹെർട്സിന്റെ റിഫ്രഷിംഗ് റേറ്റ് വരുന്ന ഒരു അടിപൊളി ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇത് 100% sRGB ഒന്നുമില്ല. അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇതിൽ വാൾട്ട് വരുന്നത് വെച്ചാൽ 70 വാൾട്ടിന്റെ ബാറ്ററി ആണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 63,990 ആണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് വൺ ഓഫ് ദി ബെസ്റ്റ് ലാപ്പ് എന്ന് പറയാം. HP നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ HP-യിൽ നിന്നും എനിക്ക് പറയാൻ പറ്റുന്നത് ഇതെല്ലാം ബാങ്ക് ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞാണ് വരുമ്പോൾ ഈ പ്രൈസ് റേഞ്ച് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു ലാപ്പ്. ടഫ് ഗെയിമിംഗ് A15 ആണ് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു ലാപ്പാണ് വരുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ച് വരുമ്പോൾ. പ്രോസസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൈസന്റെ 7 ഒക്ടാകോർ 7 പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ 740 35HS പ്രോസസ്സറാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ് നമ്മൾ നോക്കുമ്പോൾ. പിന്നെ NVIDIA ഗ്രാഫിക്സ് കാർഡിന് GeForceന്റെ 3050 ആണ് വരുന്നത്. 4 GB റാം വരുന്നുണ്ട്. അത് വിർച്വൽ റാം ആണ് വരുന്നത്. പിന്നെ 16 GB LPDDR 4X റാം വരുന്നുണ്ട്. പിന്നെ 512 GB SSD വരുന്നുണ്ട്. ഒരു 15.6 ഇഞ്ചിന്റെ ഒരു അടിപൊളി ഡിസ്പ്ലേ വരുന്നുണ്ട്. വിത്ത് 144 ഹെർട്സിന്റെ റിഫ്രഷിംഗ് റേറ്റ് ഉൾപ്പെടെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. വാൾട്ടിന്റെ ബാറ്ററി ആണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു റേഞ്ച്. കാരണം 56,990 ആണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് വൺ ഓഫ് ദി ബെസ്റ്റ് ഡീൽ എന്ന് എനിക്ക് പറയാൻ സാധിക്കും. അസൂസിന്റെ ടഫ് സീരീസ് ഉണ്ട്. ടഫ് സീരീസ് ആണ് അവരൊരു മിഡ് റേഞ്ച് ഗെയിമിംഗ് സീരീസ് കഴിഞ്ഞാൽ പിന്നെ റോഗ് സീരീസ്, അത് കഴിഞ്ഞ് സ്ട്രിക്സ് റോഗ്, അങ്ങനെ ഏറ്റവും ടോപ്പ് എൻഡ് വരുമ്പോൾ സെഫ്ര സീരീസ്, അങ്ങനെയാണ് പോകുന്നത്. അതിൽ ഏറ്റവും ലോ എൻഡ് വരുന്ന ടഫ് സീരീസിലെ ഒരു നല്ലൊരു ലാപ്പാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. വൺ ഓഫ് ദി ബെസ്റ്റ്
ലാപ്പ് എന്ന് പറയാം. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കമ്പാരിസൺ ചെയ്ത് നോക്കിയാൽ തന്നെ ഈ ഒരു ഇതെല്ലാം ഓഫേഴ്സ് എല്ലാം കഴിഞ്ഞാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ലാപ്പ് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നു. 1 lakhന് അണ്ടറിലാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ലാപ്പ് ഞാൻ പറയുന്നത് ഏസറിന്റെ പ്രെഡേറ്റർ നിയോ ആണ്. അത്യാവശ്യം നല്ലൊരു ലാപ്പാണ് വരുന്നത്. കാരണം ഏസറിന്റെ ഗെയിമിംഗ് സീരീസ് ആണ് ഈ പ്രെഡേറ്റർ സീരീസ് എന്ന് പറഞ്ഞാൽ അതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ലാപ്പ് നമുക്ക് നോക്കാം. ഇതിന്റെ സ്പെക്സ് എന്ന് പറഞ്ഞാൽ ഇന്റലിന്റെ i7 13 ജനറേഷൻ പ്രോസസ്സറാണ് വരുന്നത്. നമുക്ക് 13 ജനറേഷൻ 700HX പ്രോസസ്സറാണ് വരുന്നത്. അത്യാവശ്യം എച്ചിനെക്കാളിലും ടോപ്പിൽ നിൽക്കുന്ന ഒരു പ്രോസസ്സറാണ്. ഹൈലി ഗെയിമിങ്ങിന് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സറാണ്. ബെസ്റ്റ് പെർഫോമൻസ് നമുക്ക് ഇവിടെ കിട്ടും. i7 700HX എന്ന പ്രോസസ്സർ. GB എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫോസിന്റെ ഒരു 4050 ആണ് വരുന്നത്. 6GB വിർച്വൽ റാം വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ്, കാരണം ഹൈ എൻഡ് ഗെയിമിങ്സ് ഇവിടെ നമുക്ക് സാധിക്കും. മറ്റേതിലൊക്കെ പറ്റുമെങ്കിലും കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഇതിൽ കളിക്കാൻ സാധിക്കും. കാരണം 4050 ആണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഗ്രാഫിക്സ് കാർഡാണ് വരുന്നത്. അത്യാവശ്യം ബെറ്റർ ഗ്രാഫിക്സ് കാർഡ്, ഹൈലി പെർഫോമൻസ് ഗ്രാഫിക്സ് കാർഡാണ് വരുന്നത്. റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16GB റാമാണ്. DDRന്റെ 5X റാം ഇവിടെ വരുന്നുണ്ട്. പിന്നെ 512GB SSD ആണ് വരുന്നത്. സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 1TB SSD ആണ് വരുന്നത്. NVMe SSD ആണ് വരുന്നത്. പിന്നെ 16 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇവിടെ IPS തന്നെയാണ് വരുന്നത്. പക്ഷേ 165 ഹെർട്സിന്റെ റിഫ്രഷിംഗ് റേറ്റ് ഉണ്ട്. ടച്ച് സാമ്പിളിംഗ് ഉൾപ്പെടെ വരുന്നുണ്ട്. പിന്നെ 90 വാട്ടിന്റെ ബാറ്ററി ആണ് വരുന്നത്. ഇതിന്റെ പ്രൈസ് എന്ന് വെച്ചാൽ 91,990 ആണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു, ഈ ഒരു പ്രൈസിന് 1 lakh അണ്ടറിന് ഒരു ഗെയിമിംഗ് ലാപ്പ് നിങ്ങൾ തപ്പുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഏസറിന്റെ പ്രെഡേറ്റർ നിയോ എന്ന് പറഞ്ഞ സീരീസ് അത്യാണ്. നിങ്ങൾക്ക് പ്രെഡേറ്റർ സീരീസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ, ഏസർ ഇഷ്ടമാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ലാപ്പ് എന്ന് പറയും. ഈ ഒരു പ്രൈസ് റേഞ്ചിന് RTXന്റെ 4050 നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ i7 13 ജനറേഷൻ പ്രോസസ്സറാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഓഫേഴ്സ് എല്ലാം കഴിഞ്ഞാണ് ഞാൻ പറയുന്നത്. അത് HS പ്രോസസ്സറാണ് വരുന്നത്. ഹൈ എൻഡ് ഗെയിമിംഗ് നമുക്കിവിടെ സാധിക്കും. അത്യാവശ്യം നല്ലൊരു 90 വാട്ടിന്റെ ഇത് കൊണ്ടുകൊണ്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കളിക്കാം. ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ലാപ്പാണ്. ഈ ഒരു ഓഫർ നിങ്ങൾ മിസ് ചെയ്യരുത്. 6GB പ്രൈസ് റേഞ്ചിന് 93,990 ആണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് വൺ ഓഫ് ദി ബെസ്റ്റ് ലാപ്പ് എന്ന് പറയാം. കാരണം ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നത്. ഞാൻ അതിനേക്കാളും നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രൈസ് കൂടുതൽ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ഏസറിൻ്റെനേക്കാളും കുറച്ചുകൂടെ പൈസ കൊടുക്കാമെങ്കിൽ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ലാപ്പ് എന്ന് പറയാം. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഗെയിമിംഗ് സീരീസ് ആണ് ലീജിയൻ എന്ന് പറഞ്ഞ ലാപ്പ്. അത്യാവശ്യം നല്ലൊരു കുറേ ലാപ്പുകൾ ഈ ലീജിയൻ സീരീസിൽ വരുന്നുണ്ട്. അതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ലാപ്പാണ് ലീജിയൻ 5 എന്ന് പറഞ്ഞ ലാപ്പ്. നമുക്ക് ഇന്റലിന്റെ i7 13 ജനറേഷൻ പ്രോസസ്സറാണ്. അത് 650HS പ്രോസസ്സറാണ്. ഹൈ എൻഡ് ഗെയിമിംഗ് നമുക്കിവിടെ നടക്കും. എല്ലാ RTXന്റെ നമുക്ക് നോക്കുവാണെങ്കിൽ GeForceന്റെ ഒരു 4060 ആണ് വരുന്നത്. 8GB DDR വിർച്വൽ റാം ആണ്. DDR6 വിർച്വൽ റാം ആണ് വരുന്നത്. ഇവിടെ 24GB റാം വരുന്നുണ്ട്. വിത്ത് DDR5X റാം വരുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ് ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ. പിന്നെ 512GB SSD വരുന്നുള്ളൂ. NVMe SSD ആണ് വരുന്നത്. 15.6 ഇഞ്ചിന്റെ ഒരു ഫുൾ HD പാനലാണ് വരുന്നത്. ഫുൾ HD IPS LCD പാനലാണ്. പക്ഷേ sRGB 100% നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 144 ഹെർട്സിന്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഒരു 60 വാട്ടിന്റെ ബാറ്ററിയാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. 93,990 എന്ന് പറഞ്ഞ പ്രൈസ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിന് 1 lakhന് താഴെ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ലെനോവ ഇഷ്ടപ്പെടുന്നവർക്ക്, ലീജിയൻ സീരീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് കണ്ണടച്ചെടുക്കാം. ഈ ഒരു പ്രൈസ് റേഞ്ചിന് നല്ലൊരു ലാപ്പാണ് വന്നിരിക്കുന്നത്. RGB കീബോർഡ് വരുന്നുണ്ട്. ട്രാക്ക് പാഡൊക്കെ ഓക്കെ എന്ന് പറയാം. എന്ന് വെച്ചാൽ ലെനോവയുടെ കീബോർഡ് ഇസ് എ ഹൈ എൻഡ് കീബോർഡ്. കാരണം ലെനോവയുടെ എപ്പോഴും ലെനോവ കീബോർഡ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് കീബോർഡ്. ഞാൻ യൂസ് ചെയ്തതിൽ വെച്ച് മാക്ബുക്ക് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ബെസ്റ്റ് കീബോർഡ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ തിങ്ക് പാഡിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ലീജിയൻ സീരീസിലാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് കീബോർഡ് ഞാൻ യൂസ് ചെയ്തതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് കീബോർഡ് വരും. എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അവരുടെ ഒരു U ഷേപ്പ് കീബോർഡാണ് ലെനോവ. അതുകൊണ്ടാണ് ഇത്ര നല്ലൊരു ഹാർട്ടിക് ഫീഡ്ബാക്ക് നമുക്ക് ആ ടൈപ്പിങ്ങിലൂടെ കിട്ടുന്നുണ്ട്. RGB കളേഴ്സുമാണ് വരുന്നത്. പിന്നെ നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 1 lakh എക്സ്റ്റെൻഡ് ചെയ്യാമെങ്കിൽ ഒരു 1,05,000, 6,000, 7,000 എക്സ്റ്റെൻഡ് ചെയ്യാമെങ്കിൽ HP-യുടെ തന്നെ നല്ലൊരു ലാപ്പുണ്ട്. HP-യുടെ ഓമൻ എന്ന് പറഞ്ഞ ലാപ്പ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അടിപൊളിയാണ്. കാരണം ഓമൻ സീരീസ് എന്ന് പറഞ്ഞാൽ HP-യുടെ കുറച്ചൊരു പ്രീമിയം ഗെയിമിംഗ് സീരീസ് ആണ്. അടിപൊളി ലാപ്പ്. ഇന്റലിന്റെ i7 14th ജനറേഷൻ പ്രോസസ്സറാണ് വരുന്നത്. ലേറ്റസ്റ്റ് തന്നെ നമുക്ക് 650 വരുന്നുണ്ട്. HX പ്രോസസ്സറാണ്. ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു സീരീസും കൂടാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ ഒരു പ്രോസസ്സർ അടിപൊളിയാണ്. പിന്നെ NVIDIA GeForceന്റെ 4060 ആണ് വരുന്നത്. 8GB നമുക്ക് DDR വിർച്വൽ റാം കിട്ടുന്നുണ്ട്. പിന്നെ 16GB DDR5X റാം ആണ് വരുന്നത്. 1TB ഇവിടെ SSD കിട്ടുന്നുണ്ട്. പിന്നെ 16.5 ഇഞ്ചിന്റെ ഒരു ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 16.5
sRGB ഉണ്ട്, 100% ഇല്ല, അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ 144 Hz റിഫ്രഷിംഗ് റേറ്റ് ഉണ്ട്. പിന്നെ 83 വാൾട്ടിന്റെ ചാർജറാണ് വരുന്നത്. വൺ ഓഫ് ദി ബെസ്റ്റ് ലാപ്പ് എന്ന് പറയാം. 1,69,990 രൂപയാണ് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു ബാങ്ക് ഡിസ്കൗണ്ടും എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാം. കാരണം i7 14th ജനറേഷൻ പ്രോസസ്സർ ഇവിടെ കിട്ടുന്നുണ്ട്, അത് അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഗ്രാഫിക്സ് കാർഡ് നമ്മൾ നോക്കുവാണെങ്കിൽ 4060 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1 lakhന് അകത്ത് 1,05,000 അകത്ത് നിൽക്കുമ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ്, 6,000 അകത്ത് നിൽക്കുമ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് ലാപ്പ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. HP പ്രീമിയം സീരീസ് തന്നെ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിന് കിട്ടുന്നുണ്ട്. ഡിസ്പ്ലേ ഫുൾ HD വരുന്നുള്ളൂ എന്ന് നമുക്ക് ഈ ഒരു 1 lakh കൊടുത്തിട്ട് ഫുൾ HD വരുന്നുള്ളൂ എന്ന് പറയാം. അത് ഒഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണെന്ന് പറയും. ബാക്ക് ലൈറ്റ് കീബോർഡ് വരുന്നുണ്ട്, RGB കീബോർഡാണ് വരുന്നത്. പിന്നെ ട്രാക്ക് പാഡ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിന് ബെസ്റ്റ് ലാപ്പ് എന്ന് പറയാം. ലാപ്പുകൾ സ്റ്റുഡൻസിനൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് പ്രൊജക്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ലാപ്പുകളാണ് ഞാൻ പറഞ്ഞത്. അവസാനം 1 lakhൽ വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് നല്ല പ്രൈസ് റേഞ്ചിൽ നമുക്ക് ബെസ്റ്റ് ലാപ്പ് ഈ ഒരു ഇത്രയും പ്രൈസ് റേഞ്ചിൽ പറഞ്ഞത് വൺ ഓഫ് ദി ബെസ്റ്റ് ലാപ്പുകളാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. കാരണം ഈ ഒരു സെയിൽസിന് വൺ ഓഫ് ദി ബെസ്റ്റ് ലാപ്പുകളാണ് പറഞ്ഞിരുന്നത്. നമുക്ക് ഒരു OLED പാനൽസ് ഒന്നും ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം പറഞ്ഞാൽ ഫുൾ HD ഉള്ളൂ. 1 lakhന് മണ്ടയ്ക്കോട്ട് പോയാൽ യോഗ സീരീസ് ഒക്കെ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ തരുന്നുണ്ടെങ്കിലും ഞാനത് ഇതിൽ ഓഫേഴ്സിലൊന്നും വന്നിട്ടില്ല. പിന്നെ അതൊരു ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്ര പെർഫോമൻസ് ഓറിയന്റഡ് അല്ല. പിന്നെ അതിലും വരും MacBook എടുക്കുന്നതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. MacBookലും കുറേ ഓഫേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് M1 കിട്ടുവാണെങ്കിൽ അത്യാവശ്യം നോക്കുക. M1 Air ആണെങ്കിൽ ഒരു 62,000 രൂപയ്ക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ലാപ്പ് എന്ന് ഞാൻ പറയും. MacBook സീരീസിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ലാപ്പ് എന്ന് ഞാൻ പറയും. കാരണം ആ ഒരു ലാപ്പ് ഇനഫാണ്. 2025 വരെ ഞാൻ റെക്കമെൻഡ് ചെയ്യും, 26, 27 വരെ റെക്കമെൻഡ് ചെയ്യും. 4K 60 FPS നമുക്ക് അതിനകത്ത് എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കും. ഒരു റെൻഡറിങ്ങും ഇല്ല. ഇച്ചിരി ടൈമിംഗ് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ഫൈനൽ കട്ട് പ്രോ ഉൾപ്പെടെ എല്ലാം ഡെവിനിക് റിസോൾവർ എല്ലാം സ്മൂത്ത്ലി നമുക്ക് ചെയ്യാം. ചെറിയ ഡിസ്പ്ലേ ആണെന്നുള്ളൂ. നിങ്ങളൊരു മോണിറ്റർ ഉണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറയും. കാരണം മാക്ബുക്കിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ലാപ്പ് എന്ന് പറയാം. പിന്നെ M2 ഞാൻ പറയും, M2 Air എടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M2 Air എടുക്കുമ്പോൾ നിങ്ങൾ 512 GB മിനിമം എടുത്തിരിക്കണം. കാരണം 256 GB ആ ഒരു സ്പീഡ്, ട്രാൻസ്ഫറിങ് സ്പീഡും ഡാറ്റ സ്പീഡും വളരെ കുറവാണ്. നിങ്ങൾ 512 GB തന്നെ. ഓഫേഴ്സ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ M1 ഞാൻ പറയുന്നുള്ളൂ, പ്രോയ്ക്കൊക്കെ ആ റേഞ്ചിൽ കുറവുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ പറയാം. നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളോട്ട് നമുക്ക് വരാം. മസ്റ്റിലി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടുക. ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.